മിഥുൻ ചാത്തോത്തിനൊപ്പം റിയാസ് കെ എം ആർ, കേരള വിഷൻ ന്യൂസ്, കോഴിക്കോട്. വികസന പ്രവർത്തനങ്ങൾക്ക് ഭൂമി നൽകുന്ന കാര്യത്തിൽ സംസ്ഥാന സർക്കാർ സഹകരിക്കുന്നില്ലെന്ന് ആറ്റിങ്ങലിലെ UDF സ്ഥാനാർത്ഥി അടൂർ പ്രകാശ്. ഇത് സംബന്ധിച്ച് നിരവധി അപേക്ഷകൾ നൽകിയിട്ടും കാര്യമായ പരിഗണന സർക്കാരിന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നില്ലെന്ന് അദ്ദേഹം കുറ്റപ്പെടുത്തി. കേരളത്തിൽ കഴിഞ്ഞ പ്രാവശ്യത്തെ വിജയം ആവർത്തിക്കുമെന്നും അടൂർ പ്രകാശ് കേരള വിഷൻ ന്യൂസിനോട് പറഞ്ഞു. ആറ്റിങ്ങലിൻ്റെ UDF സ്ഥാനാർത്ഥി ഇത് രണ്ടാം വട്ടവും മത്സരിക്കുന്ന ശ്രീ അടൂർ പ്രകാശ് നമ്മളോടൊപ്പം ചേരുന്നു. ഇത്തവണ എന്താണ് നമ്മുടെ ഒരു പ്രത്യേക അജണ്ട ഈ ആറ്റിങ്ങൽ മണ്ഡലത്തിന് വേണ്ടി അല്ലെങ്കിൽ ആളുകൾക്ക് വേണ്ടി നമ്മൾ ഉറപ്പാക്കുന്നത്? ആറ്റിങ്ങൽ പാർലമെൻറ്റ് നിയോജകമണ്ഡലത്തിൽ കഴിഞ്ഞ 5 വർഷക്കാലമായി നടപ്പാക്കുവാൻ കഴിഞ്ഞ നിരവധി പദ്ധതികൾ, ആ പദ്ധതികൾക്ക് തുടക്കം കുറിച്ചതിൻ്റെ പൂർത്തീകരണം ഉണ്ടാകണം. ആ പൂർത്തീകരണം ഉണ്ടാകുന്നതിനും പുതിയ പുതിയ പദ്ധതികൾ കണ്ടെത്തി ഈ ആറ്റിങ്ങൽ പ്രദേശത്തെ ജനങ്ങൾക്ക്, എന്ന് വെച്ചാൽ ആറ്റിങ്ങൽ പാർലമെൻറ്റ് നിയോജകമണ്ഡലത്തിലെ ജനങ്ങൾക്ക് പ്രയോജനപ്രദമായ പദ്ധതികൾക്ക് രൂപം കൊടുക്കുക എന്നുള്ളതാണ് അടുത്ത ഒരു വർഷക്കാലത്തെ എൻ്റെ മനസ്സിലുള്ള ആശയങ്ങൾ. ആ ആശയങ്ങൾ നടപ്പാക്കുക എന്നുള്ളതാണ് പ്രധാനമായും ഉദ്ദേശിക്കുന്നത്. ഒന്നിൽ കളിസ്ഥലങ്ങൾക്കായിരുന്നു കൂടുതൽ പ്രാധാന്യം നൽകിയത്. ആറ്റിങ്ങൽ സംബന്ധിച്ചിടത്തോളം കളിസ്ഥലങ്ങൾ വളരെ കുറവാണ്. അത്തരത്തിൽ ഏതെങ്കിലും പ്രോജക്റ്റ് മനസ്സിലുണ്ടോ? അത്തരത്തിൽ പ്രോജക്റ്റുകൾ കേന്ദ്ര സർക്കാരുമായി ബന്ധപ്പെട്ടുകൊണ്ട് അത് നടപ്പാക്കാൻ, പക്ഷേ ഒരു പ്രശ്നമുള്ളത് സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ ഇതിനൊക്കെ സഹായങ്ങൾ ആവശ്യമാണ്. ഭൂമി കണ്ടെത്തണം. ആ ഭൂമി കണ്ടെത്തിയാൽ മാത്രം പോരാ, സംസ്ഥാന ഗവൺമെൻറ് അക്കാര്യത്തിന് വേണ്ടി കേന്ദ്ര ഗവൺമെൻറ്റിനെ സമീപിക്കണം. അങ്ങനെ സമീപിച്ചു എങ്കിൽ മാത്രമേ ഒരു പാർലമെൻറ്റ് അംഗം എന്നുള്ള നിലയിൽ അതിന് വേണ്ടുന്ന സഹായങ്ങൾ കേന്ദ്ര ഗവൺമെൻറ്റിനെ കൊണ്ട് ചെയ്യിച്ച് എടുപ്പിക്കാൻ പറ്റുള്ളൂ. പെൻഷൻ കിട്ടുന്നില്ല, അത്തരം പരാതികളൊക്കെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ? അതൊക്കെ പരിഹരിക്കാൻ എന്തെങ്കിലും നടപടികൾ മനസ്സിലുണ്ടോ? കയർ മേഖലയിലുള്ള തൊഴിലാളികളാണെങ്കിലും, കശുകണ്ണ് മേഖലയിലുള്ള തൊഴിലാളികളാണെങ്കിലും, അതുപോലെ മത്സ്യമേഖലയിലുള്ള തൊഴിലാളികളാണെങ്കിലും അവരെയൊക്കെ സംബന്ധിച്ചിടത്തോളം അവരേറെ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ആളുകളാണ്. അത്തരം ആളുകളെ സഹായിക്കുക എന്ന് പറയുന്നത് കേന്ദ്ര സർക്കാരിൻ്റെ സഹായത്തോടു കൂടി ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്യുക. 1985 ഇവിടെ ESI കോർപ്പറേഷനുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു പദ്ധതി രൂപീകരിക്കുവാൻ വേണ്ടി, എന്ന് വെച്ചാൽ ESI കോർപ്പറേഷൻ്റെ ഒരു ആശുപത്രി സമുച്ചയം ഇവിടെ ഉണ്ടാകണമെന്ന് കണ്ടുകൊണ്ട് അതിനൊരു പദ്ധതി രൂപീകരിക്കാൻ തീരുമാനമെടുത്തത്. ആ തീരുമാനമെടുത്തു എങ്കിലും നാളിതുവരെ നടപ്പാക്കാൻ കഴിയാതെ പോയി. 2019 ഞാൻ MP ആയി വന്നതിന് ശേഷം മാത്രമാണ് ആ ഭൂമി അവിടെയുള്ള ചെറുപ്പക്കാരെല്ലാവരും കൂടി എന്നെ കൊണ്ടുവന്ന് കാണിക്കുകയും അതിനാവശ്യമായ നടപടികൾ ഉണ്ടാകണമെന്ന് ആവശ്യപ്പെട്ടതനുസരിച്ച് ഒരുപാട് കടമ്പകൾ ഉണ്ടായിരുന്നിട്ടും അതൊക്കെ നീക്കം ചെയ്തുകൊണ്ട് അവിടെ ആ പദ്ധതി നടപ്പാക്കുവാൻ ESI കോർപ്പറേഷൻ്റെ ആശുപത്രി സമുച്ചയം അവിടെ ഉണ്ടാക്കിയെടുക്കുവാനുള്ള ഒരു നടപടികൾ സ്വീകരിച്ചു. അത് പൂർത്തീകരിക്കാൻ കഴിഞ്ഞു. അത് വളരെ സന്തോഷമുള്ള ഒരു കാര്യമാണ്. ഈ മേഖലയിൽ പണിയെടുക്കുന്ന തൊഴിലാളികളെ സംബന്ധിച്ചിടത്തോളം ESI കോർപ്പറേഷനുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവരുടെ വിഹിതം അടച്ചുകൊണ്ടിരിക്കുന്നവരാണ്. അവരുടെ അവകാശങ്ങളിൽപ്പെട്ടതാണ്. ഇതൊരു ഔദാര്യമായി കാണേണ്ട കാര്യമില്ല. എല്ലാ അവകാശങ്ങളും സംരക്ഷിച്ചെടുക്കുക എന്നുള്ളതാണ് മുഖ്യമായ ലക്ഷ്യം. ദേശീയ തലത്തിൽ ഇന്ത്യ മുന്നണിയുടെ സാധ്യത എങ്ങനെയാണ്? ദേശീയ തലത്തിൽ ഇന്ത്യ മുന്നണി എന്ന് പറയുന്ന ആ പ്രസ്ഥാനം വളരെയധികം മുന്നേറുവാനുള്ള അവസരം ഉണ്ടാക്കിയെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ദേശീയ തലത്തിൽ ഇന്ത്യ മുന്നണി ഈ സംവിധാനം വരുന്ന തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ, ഇപ്പോൾ മോഡി അതുപോലെ അല്ല ഇന്ത്യയുടെ പ്രധാനമന്ത്രി സ്വപ്നം കാണുന്നത് പോലെയല്ല, പല വ്യത്യാസങ്ങളും ഇന്ത്യ രാജ്യത്തുണ്ടാകാൻ പോകുന്നു. ഇന്ത്യ മുന്നണിക്ക് ഏറെ പ്രസക്തി ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമായി നാം അതിനെ കാണേണ്ടതായിട്ടുണ്ട്. കേരളത്തിലൊരു സാധ്യത UDF 100% പരിപൂർണമായി UDF വിജയം കൈവരിക്കാനുള്ള അവസരമുണ്ടാകും. ഇവിടെ ഒരു ഭാഗത്ത് കേന്ദ്ര മന്ത്രിസഭ എന്ന് വെച്ചാൽ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ വർഗീയ ഫാസിസ്റ്റ് പ്രവർത്തനങ്ങൾ ഒരു ഭാഗത്ത്, മറുഭാഗത്ത് പിണറായി വിജയൻ നേതൃത്വം കൊടുക്കുന്ന LDF സർക്കാരിൻ്റെ അക്രമ രാഷ്ട്രീയത്തിനും അതുപോലെ ജനദ്രോഹപരമായ നടപടികൾക്കും എതിരെയുള്ള ഒരു ശബ്ദമായിരിക്കും ഈ തെരഞ്ഞെടുപ്പിലുണ്ടാകാൻ പോകുന്നത്. അനേകം ആളുകൾ അവർക്ക് പെൻഷൻ ലഭ്യമാകാതെ പ്രയാസങ്ങൾ അനുഭവിക്കുന്നതും ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരുമായ നിരവധി ആളുകളാണ് ഈ കേരളത്തിലുള്ളത്. ആ പെൻഷൻ കൊടുക്കാൻ തയ്യാറാകാതെ ഇന്ന് ഈ ഗവൺമെൻറ് മുമ്പോട്ട് പോകുന്നു. അക്രമ രാഷ്ട്രീയത്തിന് ഏറ്റവും പ്രാധാന്യം കൊടുത്തുകൊണ്ട് മുമ്പോട്ട് പോകുന്നു. SFI എന്ന് പറയുന്ന രാഷ്ട്രീയ സംഘടന, വിദ്യാർത്ഥി സംഘടന, ആ അക്രമ രാഷ്ട്രീയത്തിന് നേതൃത്വം കൊടുത്തുകൊണ്ട് എല്ലാം തകർത്തുകൊണ്ട് മുമ്പോട്ട് പോകാനുള്ള അവസരം ഉണ്ടാവുകയാണ്. ഇപ്പോൾ ഇവിടെ നിന്നുകൊണ്ട് ഞാൻ സംസാരിക്കുമ്പോൾ
നമ്മുടെ പ്രദേശത്തുകാരനാണ്, ഈ പ്രദേശത്തുകാരനാണ് സിദ്ധാർത്ഥ്. ആ സിദ്ധാർത്ഥിനുണ്ടായ അനുഭവം മറ്റൊരാൾക്കും ഉണ്ടാകരുത് എന്ന ഒരു കാഴ്ചപ്പാടുള്ള ഒരു ആളാണ് ഞാൻ. അത് തീർച്ചയായിട്ടും അതിനെതിരെയുള്ള ശക്തമായ ശബ്ദവും പ്രവർത്തനവും ഈ കാര്യത്തിൽ ഉണ്ടാകും എന്നുകൂടി ഈ അവസരത്തിൽ ഓർമ്മിപ്പിക്കുകയാണ്. വർഗീയ ഫാസിസ്റ്റ് ശക്തികൾക്ക് വേരോടുന്ന ഒരു മണ്ണല്ല കേരളം എന്ന് പല പ്രാവശ്യം തെളിയിച്ചിട്ടുള്ളതാണ്. അത് ഈ പ്രാവശ്യവും അതിന് യാതൊരു വ്യത്യാസവും ഉണ്ടാകില്ല എന്ന് തന്നെയാണ് ഞങ്ങൾ കാണുന്നത്. ആറ്റിങ്ങൽ മണ്ഡലത്തിൽ ഒരു ത്രികോണ മത്സരം പ്രതീക്ഷിക്കും. ത്രികോണ മത്സരം 3 പേര് മത്സരിക്കുമ്പോൾ അത് ത്രികോണ മത്സരമാകും. അത് എല്ലാ തവണയും ത്രികോണ മത്സരമായി മാറാറുണ്ട്. കഴിഞ്ഞ തവണയും ത്രികോണ മത്സരമായിരുന്നു, ഈ തവണയും ത്രികോണ മത്സരമായി വന്നിട്ടുണ്ട്. അത് ഒരു വ്യക്തികളെ ആശ്രയിച്ചല്ല, ഒരു പ്രസ്ഥാനം എന്നുള്ള നിലയിൽ ഒരു പ്രസ്ഥാനത്തിൻ്റെ പേരിൽ അവിടെ മത്സരം നടക്കുമ്പോൾ ആ മത്സരത്തെ നേരിടുക എന്നുള്ളതാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം UDF ആഗ്രഹിക്കുന്നത്. സംസ്ഥാന രാഷ്ട്രീയത്തിനൊപ്പം ദേശീയ രാഷ്ട്രീയവും ഈ തിരഞ്ഞെടുപ്പിൽ ചർച്ചയാകുമെന്ന് ആറ്റിങ്ങൽ UDF സ്ഥാനാർത്ഥി അടൂർ പ്രകാശ് പറയുന്നു. തൊഴിലാളിക്ഷേമം മുൻനിർത്തി തന്നെയായിരിക്കും തൻ്റെ പ്രവർത്തനമെന്നും കേരള വിഷൻ ന്യൂസിനോട് പറഞ്ഞു. നെടുമങ്ങാട് നിന്നും പോൾ ശ്രീകാര്യത്തിനൊപ്പം D ബിനോയ്, കേരള വിഷൻ ന്യൂസ്. ഇനി കാണാം ചരിത്ര സ്പന്ദനം.